പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് അല്പസമയത്തിനകം ഇടപ്പള്ളി ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. 12:30 സംസ്കാരമുണ്ടാകുമെന്നുള്ളതാണ്. അല്പസമയത്തിനകം മൃതദേഹം അങ്ങോട്ടേക്ക് മാറ്റും. ഇപ്പോൾ മാമംഗലത്തെ വസതിയിലാണ് മൃതദേഹമുള്ളത്. രാവിലെ ചങ്ങമ്പുഴ പാർക്കിൽ ഏറെ നേരം പൊതുദർശനമുണ്ടായിരുന്നു. ഒട്ടേറെ പേർ, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, കേരള ഗവർണർ, ഗോവ ഗവർണർ കൂടാതെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വിവിധ രംഗത്ത് നിന്നുള്ളവർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മൃതദേഹം വസതിയിലേക്ക് മാറ്റി. മാമംഗലത്ത് തുടക്കത്തിൽ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും ഒട്ടേറെ പേർ അങ്ങോട്ടേക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് മാറ്റുമെന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, കൃത്യസമയത്ത് തന്നെ നിശ്ചയിച്ചതുപോലെ തന്നെ സംസ്കാരമൊക്കെ നടക്കും എന്നതാണോ ഏറ്റവും പുതിയ വിവരം? അനുജ, 12:30 തന്നെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ മൃതദേഹം എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത് അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം തന്നെ അയൽവാസികൾക്കുമായിട്ടുള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് നിലവിലുള്ളത്. ഇവിടെ വളരെ അവരുടെ സമുദായ പ്രകാരമുള്ള മതാചാര പ്രകാരമായുള്ള പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിലാണ് പൂജകൾ ഇത്തരത്തിലേക്ക് നടക്കുക. ആ പൂജകൾ നടന്നതിന് ശേഷം അത് തീരുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം ആംബുലൻസിൽ ഇടപ്പള്ളി പൊതു ശ്മശാനത്തിൽ എത്തിക്കുക. അതിനുശേഷം 12:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണുള്ളത്. പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടെ 12:30 സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷേ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം, അതിനുശേഷം വീട്ടിൽ പൊതുദർശനം, മറ്റ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് 11 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറക്കാം എന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. പക്ഷേ വലിയ ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ പല ഭാഗത്തുനിന്നും ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിക്കാരെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ട അവർക്ക് ഇപ്പോഴും ആ നടുക്കം അവർക്ക് മാറുന്നില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇത്തരത്തിലേക്കൊരു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായെന്ന് അറിഞ്ഞ് 26 പേർ മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ സ്വന്തം രാമചന്ദ്രൻ ചേട്ടൻ അതിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ നടുക്കത്തിലാണ് ഇപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ ഒരു നിറസാന്നിധ്യമായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹം വലിയ ഇതിൽ തന്നെ എത്തിയിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നു. ജോലി നേടി കുറെ കാലം ഗൾഫിൽ ജോലി ചെയ്തു. അതിനുശേഷം തിരികെ എത്തിയിട്ടും അദ്ദേഹം പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകളുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു, ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ നേർസാക്ഷ്യമാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ.